2024 നീറ്റ് പരീക്ഷയിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കിയ 705 എന്ന് പറയുന്ന ഒരു മാജിക് നമ്പർ സ്കോർ കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയാണ് നമ്മുടെ ഹരീഷ്ണ കെ. ഹരീഷ്ണ നമ്മുടെ ബ്രില്യൻറ്റിലേക്ക് വീണ്ടും നമ്മുടെ അധ്യാപകരെ അതുപോലെ തന്നെ ടീച്ചേഴ്സിനെയും ഒക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഹരീഷ്ണ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പിതാവും നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷമുള്ള ആ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അവരോട് ചോദിക്കാം. ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ, ഏത് മെഡിക്കൽ കോളേജിലാണ് അഡ്മിഷന് വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവരോട് ചോദിച്ചറിയാം. അപ്പോൾ ഹരീഷ്ണ, അപ്പോൾ വീണ്ടും ബ്രില്യൻറ്റിലേക്ക് എല്ലാവരും കാണാനായിട്ട് എത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു സമയത്ത്? ഇവിടെ ഒരു വർഷം പഠിച്ചു, അപ്പോൾ നല്ലൊരു സ്കോർ നീറ്റിന് സാധിച്ചു. അപ്പോൾ വീണ്ടും നമ്മുടെ ക്യാമ്പസിലേക്ക് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അധ്യാപകരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലെന്താ പെട്ടെന്ന് തോന്നുന്നത്? എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിട്ട് തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട്. നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ തന്നെ അവർ നല്ല ഉയർന്ന എക്സ്പെക്ടേഷനോടെയാണ് നമ്മളെ സ്വീകരിക്കുന്നത്. ശരിക്കും ഞാനിപ്പോൾ അർഷദ് സാറിനെ കണ്ടിരുന്നു. അർഷദ് സാറ് അവിടെ ചെന്നപ്പോഴും സാർ ചോദിച്ചത് ഇന്ന് അഡ്മിഷൻ ഡേ ആണല്ലോ, എന്താണ് മാർക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നത് തന്നെയാണ്. ആദ്യം 705 എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരുടെ എല്ലാവരുടെയും മുഖത്ത് തന്നെ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. വളരെയധികം എക്സ്പെക്ടേഷൻ ഉണ്ട് അവരുടെ മുഖത്ത് നമ്മളെക്കുറിച്ച്. ഏറ്റവും കൂടുതൽ സാറുമാരോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയത് എനിക്ക് തോന്നുന്നു ഈ ഒരു റിപ്പീറ്റേഴ്സിന് വന്നേ പിന്നെയാണ്. ഞാൻ 2021 ശരിക്കും റെസിഡൻഷ്യൽ ബാച്ചിൽ ജോയിൻ ചെയ്ത ആളാണ്. 2021 നവംബറിലാണ് ഞാൻ ശരിക്കും നവംബർ 14 ഓഫ്ലൈനായിട്ട് ഞാൻ റെസിഡൻഷ്യലിൽ ജോയിൻ ചെയ്യുന്നത്. റെസിഡൻഷ്യലിൽ അവിടെ കയറി കഴിഞ്ഞതിന് ശേഷം കോവിഡ് ടൈമിന് ശേഷമാണ് അവിടെ കയറിയത്. അപ്പം പലപ്പോഴും പല ചാപ്റ്റേഴ്സ് പെൻഡിങ് ഉണ്ടായിരുന്നു, പല ചാപ്റ്റേഴ്സ് കവർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവിടുത്തെ വാർഡന്മാരും കോർഡിനേറ്റർമാരും സഹായിച്ചിട്ടാണ് ശരിക്കും ഇവിടെ എത്തിയത്. കാരണം ഇവിടെ എത്തിയത് എന്ന് ഞാൻ പറയുമ്പോൾ അതൊരിക്കലും കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അന്ന് ഒന്നും അറിയാത്തതിൽ ഒരു 548 മാർക്കാണ് എനിക്ക് ആദ്യത്തെ നീറ്റിന് കിട്ടുന്നത്. ആ 548 മാർക്കിൽ നിന്ന് 705 എത്തിയത് ശരിക്കും അന്ന് അവിടെ പഠിച്ചതിൻ്റെ സപ്പോർട്ടും ഇന്ന് ഇവിടെ എത്തിയപ്പോൾ സാറുമാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കൊണ്ട് മാത്രമാണ്. 2021 നവംബർ 14 ശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ഡിസംബർ മാസമായിരുന്നു തോന്നുന്നത് നീറ്റിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചത്. മെയ് 7 അതെ. അന്ന് ഡിസംബർ മാസം അത് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ വാർഡന്മാരായിട്ട് ഉണ്ടായിരുന്നത് KE സ്കൂൾ മാന്നാനത്തായിരുന്നു. മാന്നാനത്തെ വാർഡന്മാരായിട്ടുണ്ടായിരുന്നത് ബിതിൻ സാറും കണ്ണൻ സാറും ആയിരുന്നു. പിന്നെ മേലത്തെ ഫ്ലോറിൽ വാർഡന്മാരായിട്ട് വേറെ സാറുമാരും ഉണ്ടായിരുന്നു. അമൽ സാറ്, ജോസഫ് സാറ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അവിടെ സെൻട്രൽ കോർഡിനേറ്റർ ആയിട്ടുള്ളത് ബിജു സാറായിരുന്നു. അന്ന് ആ ഡിസംബർ ആ രാത്രിയിൽ ഞാൻ ബിതിൻ സാറോടെ കോറിഡോറിൽ നിൽക്കുമ്പോൾ ഞാൻ സാറോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, സാറ് ഡേറ്റ് ഒക്കെ പ്രഖ്യാപിച്ചു, ഇനി എന്താ ചെയ്യേണ്ടത് ഒരു പിടിയില്ല. കാരണം ഞാൻ അന്ന് ഒരുപാട് ലാഗിങ് ആയിരുന്നു പുറകില്ല. അന്ന് എനിക്ക് തോന്നുന്നു 180 എനിക്ക് 90ഉം 80ഉം ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നൊരു കാലഘട്ടമാണത്. അന്ന് ബിതിൻ സാറ് പറഞ്ഞു, ഒരു പ്ലാൻ പറഞ്ഞു തന്നെ എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ളത് അന്ന് ബിതിൻ സാറാണ് എനിക്ക് പറഞ്ഞു തന്നെ. ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും സാറ് പറഞ്ഞ പോലെ ഞാൻ ചെയ്തു, ഞാൻ വേറൊന്നും ചെയ്തില്ല. സാർ എന്ത് പറഞ്ഞാൽ അതുപോലെ ഞാൻ ചെയ്തോളൂ. അന്ന് ഏതായാലും എൻ്റെ 90-ലും 80-ലും കടന്ന ഫിസിക്സിൻ്റെ മാർക്ക് ഫസ്റ്റ് നീറ്റിൽ തന്നെ 144, 180 ഒക്കെ എത്താൻ സാധിച്ച സാറുള്ളതുകൊണ്ടാണ്, ബിതിൻ സാർ എന്ന് പറഞ്ഞു തന്നുകൊണ്ടാണ്. അന്നും കണ്ണൻ സാറായാലും കൂടെ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, ഒരിക്കലും ഭയം പാടില്ല. കോൺഫിഡൻസ് ആണ് എപ്പോഴും അതിൻ്റെ കീ എന്ന് പറയുന്നത്. സാറിൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന പല സ്റ്റുഡൻസിനെ കുറിച്ചും സാറ് പറയാറുണ്ട്. അവരുടെ ഒക്കെ ഒരു പ്രത്യേകതയായിട്ട് സാറ് പറഞ്ഞിരിക്കുന്നത് ഭയം ഒരിക്കലും അവരുടെ മുന്നിലില്ലായിരുന്നു എന്നുള്ളതാണ്. ഏത് എക്സാം വന്നാലും മാർക്ക് എന്ത് മാർക്കും ആയിക്കോട്ടെ നമ്മളത് സ്വീകരിക്കും എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ശരിക്കും ആ പ്രിപ്പറേഷൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. ആ ആറ്റിറ്റ്യൂഡ് വെച്ച് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ശരിക്കും നമുക്ക് ഒരു വിജയം കൈവരിക്കാൻ സാധിക്കുക. ഒരിക്കലും തോൽവിയെ കണ്ട് പേടിക്കരുത്, അവിടെയാണ് കാര്യം. എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഒരു കോൺഫിഡൻസ് കുറവ് എന്നെ അഫക്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ പലപ്പോഴും മാർക്കില്ലാതെ പോയത്. റെസിഡൻഷ്യൽ പഠിക്കുമ്പോൾ +1 മോഡൽ എക്സാം വിട്ട സമയത്ത് അന്ന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു ഡേറ്റ് പറഞ്ഞിരുന്നത്. എക്സാം തിങ്കളാഴ്ചയായിരുന്നു. ഞാൻ വെള്ളിയാഴ്ച ഇരുന്നു, ശനിയും ഞായറും അവധി ഉണ്ടായിരുന്നു. അപ്പോൾ ശനിയും ഞായറും ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു, ഇപ്രാവശ്യം എന്തായാലും ഫിസിക്സ് കുത്തിയിരുന്ന് പഠിക്കാം, കെമിസ്ട്രിയും ബയോളജി പോകണേ പോട്ടെ. ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പം ഫിസിക്സ് എന്തായാലും കുത്തിയിരുന്ന് പഠിക്കാം, കെമിസ്ട്രിയും ബയോളജി എന്തായാലും ആവട്ടെ എന്ന് വിചാരിച്ച് ശനിയും ഞായറും ഞാൻ ഫിസിക്സ് മാത്രമാണ് കുത്തിയിരുന്ന് പഠിച്ചത്. അന്ന് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസും ഗ്രാവിറ്റേഷനും ആയിരുന്നു എക്സാം. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസും ഗ്രാവിറ്റേഷനും അന്ന് ഒരു നീറ്റിൻ്റെ മോഡൽ അനുസരിച്ച് 720 സ്കോർ. അപ്പോൾ 180 ഫിസിക്സ്, 180 മാർക്ക് ഫിസിക്സ്, 45 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ ശനി ഞാനും കുത്തിയിരുന്ന് പഠിച്ചിട്ട് ഞാൻ തിങ്കളാഴ്ച അവിടെ ചെല്ലുമ്പോൾ ആ 45 ക്വസ്റ്റ്യൻ കണ്ടിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടിയില്ല. ആ 45 ക്വസ്റ്റ്യനിൽ ഞാൻ അറ്റൻഡ് ചെയ്തത് 2 ക്വസ്റ്റ്യനാണ്. ശനി ഞാനും അത് മൊത്തം കുത്തിയിരുന്ന് പഠിച്ചിട്ട് 45 ക്വസ്റ്റ്യനിൽ 2 അറ്റൻഡ് ചെയ്തു, 2 തെറ്റി. അങ്ങനെ 180 എൻ്റെ ഫിസിക്സിൻ്റെ മാർക്ക് വരുന്നത് -2 ആണ്.
ഔട്ട് ഓഫ് 180 -2 ആണ് എൻ്റെ ഫിസിക്സിൻ്റെ മാർക്ക് എന്ന് വന്നത്. ടോട്ടൽ എങ്ങനെ കൂട്ടിയാലും 206 വരണ്ടെന്ന് 204 വന്നു. ഫിസിക്സ് -2, കെമിസ്ട്രി എനിക്ക് തോന്നുന്നു 43 44, ബയോളജി 164 എന്തോ, ടോട്ടൽ 720. അപ്പോൾ അവിടെ നിന്നൊക്കെ കരകയറി വരാൻ സാധിച്ചത് ശരിക്കും ഞാൻ ഈ പറഞ്ഞ പോലെ ബിതിൻ സാറും ബിജു സാറും കണ്ണൻ സാറും പിന്നെ എൻ്റെ ഒരു പറ്റം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരൊക്കെ കൂടി ഉള്ളതുകൊണ്ടാണ്. ഇന്ന് എയിംസ് ഭോപ്പാലിൽ സെക്കൻഡ് ഇയർ പഠിക്കുന്ന അർണേഷ് കേച്ച്, എനിക്ക് സത്യം പറഞ്ഞാൽ ഫിസിക്സിൻ്റെ ഒക്കെ എൻ്റെ മാത്രമല്ല മാനാട് തന്നുണ്ടായിരുന്ന ഒട്ടുമിക്ക പേരുടെയും ഗുരു എന്ന് തന്നെ പറയാം ഫിസിക്സിൽ. അത്രയും നമ്മളെ നല്ലോണം ഗൈഡ് ചെയ്തിട്ടുള്ള ആളാണ് അർണേഷ്. അങ്ങനെ ഒരു ഫ്രണ്ടിനെ കിട്ടിയോണ്ട് മാത്രമാണ് സത്യം പറഞ്ഞാൽ ഫിസിക്സിൽ ഇത്രയും മുന്നോട്ട് പോകാൻ സാധിച്ചത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങൾ അർണേഷോട് ചോദിക്കാറുണ്ട് പതിവ്. അവിടെ ഞാൻ എൻ്റെ ഫ്രണ്ട് ആദിത്യ കൃഷ്ണനും ഇവിടെ Q4 എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും ഏത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും കൂട്ടത്തിൽ പഠിക്കാനിരിക്കുമ്പോഴും പറയുന്ന ആ പേരാണ് അർണേഷ് KJ എന്ന് പറയുന്നത്. കാരണം അവൻ അന്ന് അത്രയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇന്നിവിടെ കയറാൻ പറ്റിയത്. ഈ നീറ്റ് എഴുതാൻ പോകുന്നതിന് മുമ്പേ എനിക്ക് ഒരു നോട്ട് തന്നിട്ടാവും പോയത് കപ്പാസിറ്റൻസിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ. എന്നെ അന്ന് ഒരു 1.5 മണിക്കൂറോളം കുത്തിയിരുന്ന് അവൻ പഠിപ്പിച്ച സബ്ജക്റ്റാണ് ഈ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. അന്ന് അവൻ ക്ലാസ്സിൽ എഴുതിയ ഒരു നോട്ട് കൂടാതെ അവൻ തന്നെ പഠിച്ച് എഴുതി ഉണ്ടാക്കിയ ഒരു നോട്ട് ഞാൻ ആദ്യം നീറ്റ് എഴുതുന്നതിന് മുമ്പ് എനിക്ക് തന്നിട്ടാണ് അവൻ പോയത്. ആ നോട്ട് കൊണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ അറ്റ്ലീസ്റ്റ് ഒരു 5-6 പേരെങ്കിലും അതേപടി ഒരു 1.5 മണിക്കൂർ കുത്തിയിരുന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി. അങ്ങനെയാണ് സത്യം പറഞ്ഞു കൊടുക്കുന്നതിലൂടെ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഞാനും ഇവിടെ റിപ്പീറ്റ് വന്നപ്പോൾ ഒരുപാട് പഠിച്ചത്. റിപ്പീറ്റിൽ ഞാൻ ആദ്യം റെസിഡൻഷ്യലിൽ കയറിയിട്ട് 549 മാർക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു അവിടെ ആദ്യം. ഉടനെ ഞാൻ വിളിച്ചത് ബിജു സാറിനെയാണ്. ബിജു സാറ് എന്നോട് അന്നേ പറഞ്ഞൊരു കാര്യമുണ്ട്, നിനക്ക് തീർച്ചയായിട്ടും റിപ്പീറ്റ് പോകാൻ പറ്റും, നിനക്ക് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്കോർ നിനക്ക് സ്കോർ ചെയ്യാൻ പറ്റും ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം. കാരണം സാറ് പറഞ്ഞത് പഠിക്കുന്നവരാണ് അവിടെ ചെല്ലേണ്ടത്, നീ അവിടെ ചെന്ന ഒറ്റയ്ക്ക് പഠിക്കും, എനിക്ക് വിശ്വാസമുണ്ട്, നീ എന്തായാലും അവിടെ പോയി റിപ്പീറ്റ് ചെയ്തു നല്ല സ്കോറോടുകൂടി വരുമെന്ന് സാറ് പറഞ്ഞു. അത് അതേപടി സംഭവിച്ചു. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ വന്നപ്പോഴാണെങ്കിലും ഞങ്ങളുടെ വാർഡന്മാർ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഞാൻ നെല്ലിപ്പുഴ ഹോസ്റ്റലിലായിരുന്നു. നെല്ലിപ്പുഴ ഹോസ്റ്റലിൻ്റെ വാർഡന്മാർ വിജയകൃഷ്ണൻ സാറുണ്ടായിരുന്നു, വിഷ്ണു മുരളി സാറുണ്ടായിരുന്നു, ജോമൺ സാറുണ്ടായിരുന്നു, നിഖിൽ ജെ സാറുണ്ടായിരുന്നു. ഇങ്ങനെ ഇത്രയും വാർഡന്മാരുടെ സപ്പോർട്ടിലൂടെ തന്നെയാണ് മുന്നോട്ട് പോയത്. 2024 നീറ്റ് ഈ മോഡൽ എക്സാം നടക്കുന്ന സമയം, ഒരു ഫെബ്രുവരി മാർച്ച് സമയത്തൊക്കെ മോഡൽ എക്സാം തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ വിജയ് സാറ് വരും. വിജയ് സാറ് എല്ലാ എക്സാം കഴിയുമ്പോൾ ചോദിക്കും, എടാ ഒരു ഗോൾഡ് മെഡൽ, ഒരു ഗോൾഡ്, എടാ 720 എപ്പോഴേലും അടിക്കും. ഞാൻ പറയും സാറേ 1 ക്വസ്റ്റ്യൻ പോയി, സാറേ 2 ക്വസ്റ്റ്യൻ പോയി, സാറേ 3 ക്വസ്റ്റ്യൻ പോയി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കുറേ മോഡൽ എക്സാം, അത്രയും മോഡൽ എക്സാം ഒരു സീരീസ് കഴിഞ്ഞിട്ട് ഈ നീറ്റിന് മെയ് 5-ന് 4 ദിവസം മുമ്പ് 1-ാം തീയതിയാണ് ഒരു ഗോൾഡ് മെഡലിൻ്റെ കൈ കിട്ടുന്നത്. അന്ന് 720 അടിച്ചിട്ട്. അപ്പോൾ അന്ന് സാറ് സർപ്രൈസ് ആയിട്ട്, സാറിന് മനസ്സിലായിരുന്നു അന്ന് പ്രൈസ് ഉണ്ടെന്ന്. സാറ് എൻ്റെ റൂമിലോട്ട് ആ ഫോണും പിടിച്ചുകൊണ്ടുവന്നു മീറ്റിങ്ങിൽ കയറാൻ. സാറ് ഒരു എക്സ്പ്രഷൻ ഇല്ലാതെ നിൽക്കുമായിരുന്നു. ഞാൻ മീറ്റിംഗ് കയറിയപ്പോൾ മാർക്ക് ഇതുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ നേരെ സാറിൻ്റെ അടുത്തോട്ട് ഓടി, സാറേ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ സാറ് അറിയാൻ നീ അടിക്കുമെന്ന് അറിയാമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് വാർഡന്മാരുടെ സപ്പോർട്ടും ടീച്ചർമാരുടെ സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ഇത്രയും എത്തിയത്. പിന്നെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ അഞ്ജലി മിസ്, ആദ്യം ഞങ്ങളുടെ ഒരു ഒക്ടോബർ വരെ കൂടെ ഉണ്ടായിരുന്ന അഞ്ജലി ജനാർദ്ദനൻ മിസ്സായിരുന്നു. മിസ് പിന്നെ ലീവ് എടുത്ത് വീട്ടിൽ പോയി. ആദ്യമൊക്കെ മിസ്സിൻ്റെ കൂട്ടത്തിൽ നിൽക്കുമായിരുന്നു. ഒരു ഓണം മോഡലിന് ഈ 2024 തന്നെ റിപ്പീറ്റ് ചെയ്ത സമയത്ത് തന്നെ ഓണം മോഡലിന് എനിക്ക് 705 കിട്ടി. ഇതേ മാർക്കായിരുന്നു 720. അപ്പോൾ അന്ന് ഫസ്റ്റ് വന്നത് 706. അപ്പോൾ മിസ് വന്നിട്ട് നീ എവിടെയെങ്കിലും ഒരു മാർക്ക് കൊണ്ട് കളയുമെന്നറിയാം മിസ് അങ്ങനെ പറഞ്ഞ ഓർമ്മയുണ്ട്. കാരണം എപ്പോഴും എവിടെയെങ്കിലും എനിക്ക് പണ്ടൊരു കെയർലെസ് മിസ്റ്റേക്ക് വരുമായിരുന്നു. അത് മിസ് അന്ന് നേരെ എൻ്റെ അടുത്ത് വന്നത്, ഇപ്രാവശ്യം കറക്റ്റ് സെക്കൻഡ് തന്നെ വന്നു, എന്തായാലും ഫസ്റ്റ് അടിക്കരുത് കേട്ടോ, കറക്റ്റ് എവിടെയെങ്കിലും ഒരു കെയർലെസ് മിസ്റ്റേക്ക് വരുമായിരുന്നു. പിന്നീട് അഞ്ജലി രാജേഷ് മിസ്സാണ് വന്നത്. അഞ്ജലി മിസ്സായിട്ട് പിന്നെ നല്ല വൈബായിരുന്നു ക്ലാസ് ഫുള്ള്. ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, റോൺ തോമസ്, ബിൻഡോ CS, അദ്വൈത്, ഞങ്ങളെപ്പോഴും ഫ്രണ്ട് ബെഞ്ചിൽ തന്നെ ആയിരിക്കാം. റിപ്പീറ്റിൽ വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതലുണ്ടായ ഒരു എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ശരിക്കും സാറുമാരുമായിട്ട് അടിപൊളിയായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. ശരിക്കും ഫസ്റ്റ് ബെഞ്ച് ഇരിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത തോന്നിയിട്ടുണ്ട്. അത് പലപ്പോഴും ഞങ്ങളെപ്പോൾ വന്നാലും ഫസ്റ്റ് ബെഞ്ച് കയറി പിടിക്കും. അപ്പോൾ സാറുമാരുമായിട്ട് നല്ലോണം സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. ശ്രീജിത്ത് സാറായാലും അർഷൽ സാറായാലും ഒരുപാട് സാറുമാർ. ശരിക്കും റെസിഡൻഷ്യൽ ബാച്ച് വെച്ചിട്ടാണ് ഞാൻ ശ്രീജിത്ത് സാറിനെ പരിചയപ്പെടുന്നത്, ബോട്ടണി. സാറ് അവിടെ ഒരു ഡൗട്ട് ക്ലിയറൻസിന് വന്നപ്പോൾ സാറിൻ്റെ കൂട്ടത്തിൽ ശരിക്കും ഇരിക്കുന്നത്.
അന്ന് നമ്മൾ സാറ് ഓരോ ചാപ്റ്ററായിട്ട് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് മനസ്സിലായി ശരിക്കും എന്താണ് ബയോളജി എന്നുള്ളത്. ശരിക്കും ഒരു NCERT എങ്ങനെ പഠിക്കണം എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ഇവിടെ എക്സാം ഇടുമ്പോഴും ഈ ശ്രീജിത്ത് സാർ പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ ബോട്ടണി അന്ന് അയ്യോ ഭയങ്കര കട്ടിയാന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ NCERT എങ്ങനെ പഠിക്കണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ തവണ ശ്രീജിത്ത് സാറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കിയാൽ മതി. ഒരു ചാപ്റ്ററിന് ശ്രീജിത്ത് സാറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ NCERT എങ്ങനെ പഠിക്കണമെന്ന് മനസ്സിലാവും. കറക്റ്റ് മുക്കും മൂലയും നോക്കി തന്നെ സാർ ഇടും. NCERTയുടെ പുറകിലത്തെ ക്വസ്റ്റ്യൻ ആയാലും നമ്മൾ വിട്ടുപോകുന്ന എവിടെയാണ് സാറിനറിയാം. ഞാനും ആദ്യത്തെ പ്രശ്നം സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, സാറിന് ക്വസ്റ്റ്യൻ ഇടാൻ മാത്രമല്ല സാറിന് ഓപ്ഷൻ ഇടാനും അറിയാം. നമ്മൾ ABCD ഓപ്ഷൻ നോക്കുമ്പോൾ എയും ബിയും അല്ലായിരിക്കും, സിയും ഡിയും ആയിരിക്കാം. ഇതാണ് നമ്മുടെ സാറിൻ്റെ ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് തോന്നുക. അവസാനം നമ്മളിങ്ങനെ കറക്കി കൊണ്ടെത്തും, C ആണോ D ആണോ, C ആണോ D ആണോ, അവസാനം കറക്കി കുത്താൻ മാത്രമേ വഴി ഉണ്ടാവുള്ളൂ. അതുപോലെയാണ് സാറ് ശരിക്കും ക്വസ്റ്റ്യൻ ഇട്ടുകൊണ്ടിരുന്നത്. അന്ന് മാന്നാനത്ത് വെച്ച് സാറ് ബയോടെക്നോളജി ഒക്കെ ഞങ്ങൾക്കൊരു ചാപ്റ്റർ പറഞ്ഞു തന്നു. അതുവരെ പഠിച്ച പോലെ അല്ലായിരുന്നത്. അതിൻ്റെ പുറകിലുള്ള ഒരുപാട് കാര്യങ്ങളൊന്ന് എനിക്ക് കിട്ടി. അന്നൊരു 1.5 മണിക്കൂർ എടുത്ത സാറ് പറഞ്ഞു തന്നു. ശ്രീജിത്ത് സാറിനെ പോലെ എനിക്കൊന്ന് ബോട്ടണിയിൽ കൂടെ ഇരുന്ന സാറുമാർ വളരെ കുറവാണ്. അത്രയും കൂടെ ഇരുന്ന് തന്നെ സാറ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇവിടെ വന്നപ്പം എനിക്ക് ആദ്യം പ്ലാൻ കിങ്ഡം കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. എനിക്ക് അന്ന് സാറിനെ പരിചയമുള്ളതുകൊണ്ട് എനിക്കൊരു പേടിയില്ലായിരുന്നു. ഞാൻ നേരെ സാറിൻ്റെ അടുത്ത് നിന്നു, സാർ എനിക്ക് ചാപ്റ്റർ അറിയില്ല സാറേ എന്ന് പറഞ്ഞു. അന്ന് തന്നെ സാറ് പറഞ്ഞു നീ ഉച്ചയ്ക്ക് വന്നോളാൻ പറഞ്ഞു. ഒരു 1:30 തൊട്ട് എനിക്ക് തോന്നുന്നൊരു 3:30 വരെ ഞങ്ങൾ 2 മണിക്കൂർ ഈ പ്ലാൻ കിങ്ഡം തന്നെ ഫുള്ള് ഓരോന്ന് പതിയെ സാറ് മൊത്തം പറഞ്ഞു തന്നു. അങ്ങനെ പ്രൊഫസേഴ്സായിട്ട് ഉണ്ടായ ഇൻട്രാക്ഷനാണ് ശരിക്കും ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. പിന്നീട് രജീഷ് സാർ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഹ്യൂമൻ റിപ്രൊഡക്ഷൻ എടുത്താണ് സാർ. രജീഷ് സാറാണെങ്കിലും ക്ലാസ് ഭയങ്കര വൈബാണ് സാർ. അത് സാറിൻ്റെ പ്രത്യേകത അതാ. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ സട്ടിലായിട്ട് സാറ് അവതരിപ്പിക്കും, അടിപൊളിയായിട്ട് അവതരിപ്പിക്കും സാറ്. രജീഷ് സാറ് വന്നു. പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എവിടെ പോയാലും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കുമ്പോഴും എവിടെ ആയാലും ഈ ബ്രിട്ടനിൽ സാറുമാരെല്ലായിടത്തും എത്തുന്നുണ്ട്. ഒരിക്കലും ഒരു സെൻട്രലായിട്ട് കൺഫൈൻഡ് അല്ല. കാരണം ഈ പറഞ്ഞ എല്ലാ സാറുമാരും ഇവിടെ നമ്മൾ റൊട്ടേഷൻ പോലെ, അതെ റൊട്ടേഷൻ ഉണ്ട്. പ്രൊഫഷണൽസ് നമ്മൾ കളിക്കുന്ന ചില സാറുമാരൊക്കെ അവരെല്ലാവരും എല്ലാ സ്ഥലത്തും പോകുന്നുണ്ട്. ഒരിക്കലും ഒരു സെൻട്രൽ കൺഫൈൻഡ് ആയിട്ട് നിൽക്കുന്നില്ല. പലപ്പോഴും പല സ്ഥലത്തും കേൾക്കുന്ന പരാതിയാണല്ലോ, നമ്മൾ ഈ സാറുമാരെ കിട്ടാറില്ല, നല്ല സാറുമാരെ വരാറില്ല. പക്ഷെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇവിടെ എല്ലാ സെൻട്രലിൽ തന്നെ എല്ലാ സാറുമാരും വന്നിട്ടുണ്ട്. നെല്ലിപ്പുഴ ഹോസ്റ്റലിൽ ഞങ്ങളുടെ ശശിചേട്ടൻ എന്ന് പറയും, ചേട്ടനെയാണ് പിന്നെ ഫുഡ് ഏൽപ്പിച്ചത്. പിന്നെ ഫുഡിനൊരു വിഷയം ഉണ്ടായിട്ടില്ല. കാരണം അത്ര അടിപൊളി ഫുഡ് ഞാൻ വേറെ എവിടെയും കഴിച്ചിട്ടില്ല. കാരണം നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്താണെന്ന് ചേട്ടനോട് പറഞ്ഞാൽ മതി, ചേട്ടൻ അത് സെറ്റാക്കി തരും. അതും അന്ന് പറഞ്ഞിരിക്കുന്ന മെനു അത് മാത്രം കൊണ്ടുവെക്കുകയല്ല ചേട്ടൻ ചെയ്യുക. എന്തെങ്കിലും പിള്ളേർക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ എക്സ്ട്രാ അഡീഷണൽ എന്തെങ്കിലും കൊണ്ടുവയ്ക്കും. ഇപ്പോൾ ചപ്പാത്തി എടുക്കുകയാണെങ്കിൽ കൂടുതൽ അപ്പോ വേറെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഐറ്റംസും കൊണ്ടുവയ്ക്കും ചേട്ടൻ. ചേട്ടൻ എപ്പോഴും പറയാറുണ്ട്, ചേട്ടൻ പൈസയ്ക്ക് വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്. കാരണം പൈസ കൊടുത്ത ഒരാൾക്ക് മനസ്സ് നിറയ്ക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഒരാൾക്ക് 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആൾ 200 രൂപ കിട്ടിയായിരുന്നെങ്കിൽ ആലോചിക്കുള്ളൂ. പക്ഷേ ഒരാളുടെ മനസ്സ് നിറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഭക്ഷണം കൊടുത്താൽ മതി. അത് ചേട്ടൻ പറഞ്ഞൊരു കാര്യമാണ് അവിടെ. പിന്നെ ഞങ്ങളെ സഹായിച്ചാണ് അവിടുത്തെ ആയമാർ, ആൻറ്റിമാർ. അവിടുത്തെ സുനി ആൻറ്റി ആണെങ്കിലും ഞങ്ങൾ ഒരുപാട് സംസാരിക്കുമായിരുന്നു അവിടെ. ഞാൻ അവധിയുള്ള സമയത്തൊക്കെ റോണിൻ്റെ മുറി പോയിരുന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ ആണെങ്കിലും ആൻറ്റി വരുമ്പോഴും ഞങ്ങളിങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിക്കും. ആൻറ്റി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കൊരു സമയത്തുണ്ടായ ഒരു കാര്യം, ഞാനിങ്ങനെ ശരിക്കും നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ റൂമൊന്നും അങ്ങനെ മാറാൻ പാടില്ലല്ലോ അനാവശ്യമായിട്ട്. ഞാൻ ഇടയ്ക്ക് റോണിൻ്റെ മുറിയിലൊക്കെ പോയിരുന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഞങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രമാണ് പോയിക്കൊണ്ടിരുന്നത്. നല്ല അടിപൊളിയായിട്ട് ഞങ്ങളുടെ മാർക്കും അതിനനുസരിച്ച് കയറുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ കമ്പനി സ്റ്റഡി ശരിക്കും എഫക്റ്റീവ് ആയിരുന്നു. ഞാനും റോൺ തോമസ് അന്ന് പിന്നെ ഇടയ്ക്ക് ബിൻഡോ എന്ന് പറയും, ബിൻഡോ CS, അവനും വരായിരുന്നു പഠിക്കാൻ. ഞങ്ങൾ ശരിക്കും ബിൻഡോനെ ആശ എന്നൊക്കെ വിളിക്കുക. കാരണം ഞങ്ങളുടെ ചെസ്സിൻ്റെ ഒക്കെ തലയാണ് പുള്ളി. അന്ന് ഞാനും റോൺ തോമസും ബിൻഡോ CS-ഉം അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അന്ന് നിഖിൽ സാറ് കയറി വന്നു. നിഖിൽ സാറ് ഡോറിൽ തട്ടി. അപ്പോൾ ഞാനും റോണും, ശരിക്കും റോണിൻ്റെ മുറിയാത്, പക്ഷേ ഞാൻ നേരെ കയറി ഡോറിൻ്റെ പുറകെ വിളിച്ചു. അന്ന് ശരിക്കും ഞാനാണല്ലോ വിളിക്കേണ്ടത്. അന്ന് റോൺ എന്തോ വിചാരിച്ച് അവന് നേരെ കയറി കഥവിൻ്റെ പുറലോട്ട് വിളിച്ചു. അപ്പോൾ നിഖിൽ സാർ വന്നപ്പോഴത്തേനും ഈ കഥവിനെ തട്ടി നോക്കിയിട്ട് ഇതെന്താ ഇവിടെ അല്ലത് ആരാന്ന് ചോദിച്ചു. പതിയെ ഞാൻ റോണിങ് ഇറങ്ങിപ്പോന്നു. നിഖിൽ സാറിനെ ശരിക്കും നിഖിൽ സാറ് ആള് ഭയങ്കര കൂളാണ്. പക്ഷെ സാറിനെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. താടി മോടിയൊക്കെ കളിച്ച് സാറ് അന്ന് ഞങ്ങളിങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നോ പോയില്ലേ
രാത്രി ആയല്ലോ. അന്നും ഒരിക്കലും ഞാനന്ന് പ്രതീക്ഷിച്ച ഞാനന്ന് ഹോസ്റ്റലിലെ പുറത്തായിരുന്ന. അന്നും സാറ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പോയിരുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ അന്ന് അങ്ങനെ കമ്പൈൻ സ്റ്റഡി ചെയ്തുകൊണ്ടാണ് അത്ര എഫക്റ്റീവായിട്ട് പോകാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ നിർബന്ധിച്ച് ചെയ്യുന്നത്. പിന്നെ സാറ് ഒട്ടും വഴക്ക് പറഞ്ഞിട്ടില്ല. അവിടെ നമുക്ക് നല്ല ഫ്രീഡം ഉണ്ടായിരുന്നു ഹോസ്റ്റലിൽ, നല്ല സപ്പോർട്ടും ഉണ്ടായിരുന്നു സാറന്മാരുടെ കയ്യിൽ നിന്ന്. ഞാൻ ഈ പറഞ്ഞ പോലെ നിഖിൽ സാറായാലും പിന്നെ വിഷ്ണു സാറാണെങ്കിലും ഞാൻ മിക്കവാറും റിപ്പോർട്ട് കാർഡ് ഒപ്പിടിപ്പിക്കുക വിഷ്ണു സാറിനെ കൊണ്ടാണ്. വിഷ്ണു സാറിൻ്റെ അടുത്ത് പോയിട്ടാണ്. സാർ എല്ലാ പ്രാവശ്യം ഓരോ മാർക്കും നോക്കി എവിടെ കുറഞ്ഞു എവിടെ കൂട്ടണം എന്നുള്ളത് സാറ് കൃത്യമായിട്ട് ചോദിക്കുമായിരുന്നു. പിന്നെ മാർക്ക് പറഞ്ഞാൽ ഒരിക്കലും സാറന്മാർ വഴക്ക് പറഞ്ഞിട്ടില്ല. അത് എവിടുന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാനീ പറഞ്ഞ അത് -2 അടിച്ച സമയത്താണെങ്കിലും അത് 705 അടിച്ച സമയത്താണെങ്കിലും മാർക്ക് കൂടിയനോ കുറഞ്ഞേനോ അത് ബാധിക്കുന്ന ഒരു കാര്യമല്ല. ശരിക്കും ഞാൻ പറഞ്ഞ പോലെ നീറ്റ് എന്നല്ല, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും വേണ്ടത് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് പ്രിപ്പറേഷൻ ആണ്. അതായത് ടുവേർഡ്സ് പ്രിപ്പറേഷൻ, നോട്ട് ടുവേർഡ്സ് സക്സസ്, ടുവേർഡ്സ് പ്രിപ്പറേഷൻ. ഫെയിലിയർ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. ഫെയിലിയറിൽ നിന്ന് ശരിക്കും പഠിക്കണം, അതാ വേണ്ടത്. അല്ലാണ്ട് ഒരിക്കലും അതിനകത്ത് പേടിച്ചോടരുത്. നമ്മൾ തോറ്റു കഴിഞ്ഞാൽ എന്തുകൊണ്ട് തോറ്റു എന്ന് അന്വേഷിക്കണം, എവിടെയാണ് പെട്ടുപോയെന്ന് അന്വേഷിക്കണം, അത് പഠിച്ചെടുക്കണം, അത്രയും മതി. ഓരോ എക്സാം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും എത്രത്തോളം നമ്മൾ പഠിച്ചു എന്നുള്ളത് നമുക്ക് സ്വയം അസസ് ചെയ്യാനുള്ളൊരു ടൂളായിട്ട് മാത്രം കൺസിഡർ ചെയ്താൽ മതി. വേറെ ഒന്നും എക്സാമിനെ കൊണ്ട് ഒരു ജോലിയും എക്സാമിനില്ല അവിടെ. കാരണം ഇവിടെ ഏത് മോഡൽ എക്സാമിന് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളതിന് യാതൊരു പ്രസക്തിയില്ല. നീറ്റിന് ഏറ്റവും അവസാനം ആ ഹോളിൽ ആ 3.5 മണിക്കൂറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിൽ മാത്രമേ കാര്യമുള്ളൂ. ഇവിടെ എത്ര മാർക്ക് കിട്ടിയെന്ന് ഇപ്പം ഇവിടെ കുറഞ്ഞാലും ശരി ഇവിടെ കൂടിയാലും ശരി അതിൽ യാതൊരു നമ്മൾ ഷിപ്പ് ഇൻ ദി ഓഷ്യൻ, അതായത് ബി വിത്ത് ദ ടൈഡ്, അതായത് താഴെ പോവാതെ മുങ്ങിപ്പോവാതെ ജസ്റ്റ് ഒഴുകി കിടക്കുന്ന പോലെ ആ എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റണം. അതാണ് കാര്യം. അന്ന് ഞാൻ പറഞ്ഞല്ലോ റെസിഡൻഷ്യലിലുണ്ടായിരുന്നപ്പോൾ എൻ്റെ കോൺഫിഡൻസ് ശരിക്കും കുറഞ്ഞു പോയി. അത് ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാവുന്നത്. ജോർജ് സാറ് പറയുന്ന പോലെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എക്സാമിൽ ഒരു 50 മാർക്ക് കൂടുതൽ കിട്ടും. അങ്ങനെ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ 50 മാർക്ക് കുറഞ്ഞും പോകും. അങ്ങനെ കോൺഫിഡൻസ് ഉള്ളൊരു കുട്ടിയും ഇല്ലാത്തൊരു കുട്ടിയും ഒരേ ലെവലിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർ തമ്മിലൊരു 100 മാർക്ക് ഡിഫറൻസ് കാണും. അപ്പം അത് ശരിക്കും ഇവിടെ വന്നേ പിന്നെ ടെൻഷൻ ഫ്രീ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത് ഞാൻ പറഞ്ഞാൽ ഫ്രണ്ട്സ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ്. ഞങ്ങളൊരിക്കലും എനിക്കിപ്പോഴും പറയാൻ പറ്റുന്നൊരു കാര്യം, ഞങ്ങൾ എപ്പോഴും എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾ എപ്പോഴും പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തതിനകത്ത് എനിക്ക് ഒരു റിഗ്രറ്റും തോന്നിയിട്ടില്ല. ചെയ്ത ഒരു കാര്യത്തിലും റിഗ്രറ്റ് തോന്നി. ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, ഞങ്ങൾ കടയിൽ കയറി എന്തെങ്കിലും ജ്യൂസ് കുടിച്ചിട്ടുണ്ടെങ്കിലോ കുറച്ച് സമയം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലോ അതിന് ഒരിക്കലും ഞങ്ങൾക്കൊരു റിഗ്രറ്റ് തോന്നിയിട്ടില്ല. കാരണം അത് അതിൻ്റെ അളവിൽ തന്നെ നിന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കയറി വരാൻ പറ്റിയത്. ആ ഒരു മൈൻഡ് ഫ്രഷ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എപ്പോഴും എക്സാമിൻ്റെ സ്ട്രെസ്സിൽ തന്നെ അടക്കി പിടിച്ച് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഡൗൺ ആയി പോകും. ശരിക്കും പറഞ്ഞാൽ ഹരീഷിനെ സംബന്ധിച്ച് ബ്രില്യൻ ഫാമിലിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഒരുപാട് ഓർമ്മകൾ അല്ലേ, ഒരുപാട് മെമ്മറീസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ശരിക്കും ഇനി ഒരു ഫ്യൂച്ചർ ഇനി ഇങ്ങോട്ട് ഉള്ള കരിയറിൽ ശരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ജീവിച്ചു പോയത് ബ്രില്യൻറ്റിനൊപ്പമാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും. ഞാൻ +1 +2 റെസിഡൻഷ്യൽ ഇത്രയും നമ്മുടെ പ്രൊഫഷണലിലോട്ടുള്ളൊരു ടേണിംഗ് പോയിന്റ് അത് ശരിക്കും ഫുൾ ടൈം ബ്രില്യൻ്റെ കൂടെ തന്നെയായിരുന്നു. ഞാൻ വീട്ടിൽ ഇന്നലെക്കാളും കഴിഞ്ഞ എന്തായാലും 3 വർഷം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തത് ഈ റിപ്പീറ്റ് ക്യാമ്പസിലും പിന്നെ റെസിഡൻഷ്യൽ ക്യാമ്പസിലും തന്നെയാണ്. KE സ്കൂൾ മാന്നാനത്തോടെ തന്നെയാണ്. അവിടുത്തെ ആ ഒരു നമ്മളെ ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് ബിജു സാറൊക്കെ ഹി വാസ് ജസ്റ്റ് പിക്കിങ് അസ് ഔട്ട് ആൻഡ് ഡ്രോപ്പിങ് അസ് സംവെയർ. ആ ഒരു ഫീലാണ് ശരിക്കും ബിജു സാറിൻ്റെ അടുത്ത് കിട്ടിയിട്ടുള്ളത്. നമ്മളെ കൊണ്ടെത്തിക്കേണ്ടടുത്ത് കൊണ്ടെത്തിക്കുക, അവിടെ വിടുക. ആ ഫീലാണ് ശരിക്കും ബ്രില്യൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളത്. പിന്നെ അതിനകത്ത് നമ്മൾ ഏറ്റവും അവസാനം വരെ നമ്മൾ തുടക്കം തൊട്ട് ഏറ്റവും അവസാനം വരെ കൂടെ നിന്ന് നമ്മളെ കൊണ്ടെത്തിക്കേണ്ടത് കൊണ്ടെത്തിക്കുക. അതാണ് ശരിക്കും എനിക്ക് ഇവിടെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ പല ഘട്ടങ്ങളിൽ മാർക്ക് കുറഞ്ഞു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവില്ല. ഇപ്പം -മാർക്ക് ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ 540 വന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ പിന്നീട് തീരുമാനം എടുത്തപ്പോൾ ഫാമിലിയിൽ നിന്നുള്ള ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? 540-48 മാർക്ക് കിട്ടിയപ്പോൾ അന്ന് എന്നോട് പറഞ്ഞത് ബിജു സാറാണ്, നീ ധൈര്യമായിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പോകുള്ളൂ, ഒന്നുകൊണ്ട് പേടിക്കേണ്ട, എന്തായാലും ഇത്രയും കയറി വരുമെന്ന് പറഞ്ഞ ബിജു സാറാണ്. എനിക്ക് ശരിക്കും തോന്നിയിട്ടുള്ള സാറിന് ശരിക്കും ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. സാറിന് ശരിക്കും അറിവുണ്ട് ഇവൻ എവിടെ എത്തുന്നു. സാറ് ശരിക്കും നേരത്തെ പ്രെഡിക്റ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കാരണം അവിടെ വന്നപ്പോഴും ഇവൻ റിപ്പീറ്റ് ചെയ്താൽ ഇവൻ മാർക്ക് കിട്ടും, അല്ലെങ്കിൽ ഇവൻ എത്ര മാർക്ക് എവിടെ വരെ പോകും, ആ ഒരു ഐഡിയ ശരിക്കും ബിജു സാറിനുള്ളവരെ എനിക്ക് തോന്നിയിട്ടുണ്ട് മാന്നാനത്ത്. അപ്പോൾ ആ കാര്യം പറഞ്ഞപ്പോൾ പേരൻസിൻ്റെ ഒക്കെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? പേരൻസ് എപ്പോഴും അച്ഛനും അമ്മയാലും എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ച് എങ്ങനെയാണോ അത് തന്നെ പൊക്കളാണ് പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും വേറൊരു കോഴ്സിൽ ഡൈവേർട്ട് ചെയ്യാനോ വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. എന്ത് കാര്യം ചോദിച്ചാലും നിന്റെ ഇഷ്ടം എന്താണെന്ന് ആദ്യം ചോദിക്കും, അത്രേ ഉള്ളൂ. അതനുസരിച്ച് എന്നാൽ അങ്ങനെ ചെയ്തോ. അപ്പോൾ ഈ മെഡിക്കൽ ഫീൽഡിലേക്കുള്ള ഒരു അങ്ങനെ ഒരു കരിയർ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം ശരിക്കും ഹരീഷിനേക്ക് സ്വന്തമായിട്ട് ഉള്ളിൽ നിന്ന് വന്നൊരു ആഗ്രഹമായിരുന്നു പഠിച്ച? അതെ. എനിക്ക് ആദ്യം എഞ്ചിനീയറിംഗിന് പോകുന്നതിനൊരു താല്പര്യമില്ലായിരുന്നു. പിന്നെ ഞാൻ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലൊക്കെ പണ്ടല്ല ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
അന്ന് അവിടെ സൺഡേ ഫ്രീ ചികിത്സയൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. അന്ന് ഡോക്ടേഴ്സിനെയൊക്കെ കണ്ട് അന്ന് അവിടെ നിന്ന് കിട്ടിയ ഒരു മോട്ടിവേഷനാണ് പിന്നീട് ഡോക്ടർ ആവാൻ തന്നെ പ്രേരിപ്പിച്ചത്. സാറിൻ്റെ പേര്? കൃഷ്ണകുമാർ. ഓക്കെ, എന്താ ചെയ്യുന്നത്? ഞാൻ ഒരു മെഡിക്കൽ സ്റ്റോറാണ്, തിരുവല്ല. അതുകൂടാതെ ഈ അസാപ്പിനെ പഠിപ്പിക്കുന്നുണ്ട്. ടീച്ചർ കൂടിയാണല്ലേ? ടീച്ചറും കൂടി. ഓക്കെ. അപ്പോൾ ഹരീഷിനിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ബ്രില്യൻറ്റിനെ കുറിച്ച്, വാദോരാതെ സംസാരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞു. കാരണം ഒരുപാട് മെമ്മറീസ് അദ്ദേഹത്തിന് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായിരുന്നു ഈ പറഞ്ഞതുപോലെ കുറച്ച് ഒരു ഘട്ടത്തിലൊക്കെ മാർക്ക് ഇങ്ങനെ വളരെ കുറഞ്ഞു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു സർവൈവ് ചെയ്ത് വരാൻ അല്ലെങ്കിൽ പിന്നീട് റിപ്പീറ്റ് ചെയ്താൽ നല്ലൊരു മാർക്ക് കിട്ടും എന്നൊക്കെ ആൾ വീട്ടിൽ പറഞ്ഞായിരുന്നോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ധൈര്യമായിട്ട് കണ്ണടച്ച് ബ്രില്യൻ്റ് കൊണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ സാറുമാർ എപ്പോഴും കോൺടാക്ട് ചെയ്യുന്നുണ്ട് നമ്മളെ. അപ്പം പിന്നെ നമ്മൾ വീണ്ടും സാർ അങ്ങനെ ചെയ്യുമോ ഇങ്ങനെ അങ്ങനെയൊന്നും വേണ്ട. നമ്മുടെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് എൻ്റെ മകനെ ഏൽപ്പിക്കുന്നത് മാതിരി അത്ര കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് അവർ പറയുന്നത് കേട്ടാൽ മതി. ഇപ്പം എനിക്ക് തോന്നുന്നു ഹരികൃഷ്ണൻ ചെയ്തതും ഇത് തന്നെ ഉള്ളൂ. ഈ സാറുമാർ പറഞ്ഞത് അതേമാതിരി അനുസരിച്ചു. അപ്പോൾ മോന് മാർക്ക് കുറഞ്ഞൊരു സമയം വന്നു. അപ്പോൾ അതിനുശേഷം ഇത്തവണത്തെ നീറ്റ് എഴുതിയപ്പോൾ നല്ലൊരു സ്കോറിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷ. അപ്പോൾ അത് എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ആളെ കണ്ട് സംസാരിച്ചപ്പോൾ എന്തായിരുന്നു പെട്ടെന്ന് തോന്നിയത്? എക്സാം കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ അവനത്ര ഒരു മുഖം കണ്ടിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് തോന്നിയില്ല. ആദ്യം ഒന്ന് ചിരിച്ചെങ്കിലും പിന്നെ ഒന്ന് ഇതായി. പക്ഷെ എന്തായാലും നമുക്കളെ സംബന്ധിച്ചുള്ള അതൊരു പ്രശ്നമേ അല്ല. അത് ഇപ്പം മാർക്ക് കുറഞ്ഞാലും ശരി മാർക്ക് കൂടിയാലും ശരി അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻസർ കീ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ബ്രില്യൻറ്റിന് ആൻസർ കീ ആദ്യം വന്നല്ലോ. അതെ അതെ. ആ ഒരു സമയത്തൊക്കെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു 700 എബോവ് കിട്ടി. അതെ 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 അതെ. അപ്പം വളരെ സന്തോഷമായി. കാരണം തീർച്ചയായിട്ടും ഇറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു ഏതാണ്ട് 700-നടുത്തുണ്ട് എന്ന് പറഞ്ഞു. ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്തപ്പം ഏതാണ്ട് അത് തന്നെ വരികയും ചെയ്തു. തീർച്ചയായിട്ടും വളരെ സന്തോഷം തന്നെയുള്ളൊരു ഇതാണ്. വീട്ടിൽ ആരൊക്കെയാണുള്ളത്? എൻ്റെ അച്ഛനും അമ്മയുണ്ട്, പിന്നെ വൈഫുണ്ട്, എൻ്റെ ചേട്ടനുണ്ട്. ചേട്ടൻ എഞ്ചിനീയറിംഗ് പഠിക്കണം, MA കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ്. അതെ അതെ അതെ. ഇപ്പോൾ ഈ IIIT ഒരു ഇന്റേൺഷിപ്പിനായിട്ട് ഇവൻ്റെ കൂടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ? അതെ അതെ അതെ. അപ്പോൾ ആഗ്രഹിച്ച ഒരു സ്കോറിലേക്ക് അവസാനം എത്തി. അപ്പോൾ ഇനി എന്താണ് ലക്ഷ്യം? അതായത് ഒരു ഫേവറേറ്റ് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഫേവറേറ്റ് ക്യാമ്പസ് എന്നൊക്കെ പറഞ്ഞൊരു ഡ്രീം ക്യാമ്പസ് മനസ്സിലുണ്ടാവുമല്ലോ. അപ്പോൾ അതേതാണ്? എനിക്കിനി AFMC പൂനെയിൽ ചേരാനാണ് താല്പര്യം, ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിൽ. ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് AFMC തന്നെ ചേരണം എന്നാണ്. ഫസ്റ്റ് ട്രൈ അതിൽ കിട്ടിയില്ല. അപ്പോൾ സെക്കൻഡ് ട്രയൽ ഇപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അലോട്ട്മെൻ്റ് ഒന്നും ആയില്ല. പിന്നെ ഇതിന് ശേഷം അതിനായിട്ട് തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ടെസ്റ്റ് ഉണ്ടാവും, സൈക്കോളജിക്കൽ അസസ്മെൻറ്റിൻ്റെ ടെസ്റ്റ് ഉണ്ടാവും, ഇൻ്റർവ്യൂവും പിന്നെ മെഡിക്കൽ ബോർഡും ഉണ്ടാവും. അപ്പോൾ ഈ 4 ക്ലിയർ ചെയ്തിട്ട് വേണം ഇനി AFMCയിലോട്ട് കാല് വെക്കാൻ. എന്താണ് AFMCയിലേക്ക് അങ്ങനെ ഒരു സെലക്ഷൻ വരുന്നതിന് പിന്നിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? അതായത് ഒരു ഡോക്ടർ എന്നതിലുപരി ഒരു രാഷ്ട്ര സേവനം അല്ലെങ്കിൽ അങ്ങനെ ഒരു പട്ടാളം എന്നുള്ളൊരു ആ ഒരു ലൈനിലേക്ക് പോകാനായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ? അത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് മോർ ദാൻ ബീങ് എ ഡോക്ടർ, ഒരു ആർമി ഡോക്ടർ ആകുമ്പോൾ നമ്മുടെ സേവനത്തിൻ്റെ ആഴം കൂടുകയാണ്. ലിവിങ് ഫോർ അതേഴ്സ് ഇസ് വാട്ട് മെഡിസിൻ ഇസ്. MBBS എന്ന് പറയുമ്പോൾ ഇവിടെ ജോർജ് സാറാണെങ്കിലും മൈക്കിൽ എപ്പോഴും പറയുമായിരുന്നല്ലോ, അതായത് നിങ്ങൾ ഒരിക്കലും പൈസ മോഹിച്ച് ഡോക്ടർ ആവരുത്. നമ്മൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ സാറ് പറയുന്ന കാര്യം, നിങ്ങൾ നാളെ മറ്റുള്ളവരെ സെർവ് ചെയ്യാൻ പോകേണ്ട ആൾക്കാരാണ്. ആ രീതിയിലാണ് നിങ്ങളെ സ്വയം കാണാൻ. നിങ്ങളെ കാത്ത് ഒരുപാട് പേര് പുറത്തിരിപ്പുണ്ട്. ഒരിക്കലും പൈസ മോഹിച്ചൊരിക്കലും അങ്ങനെ ഡോക്ടർ എന്ന ലക്ഷ്യത്തിലേക്ക് പോകരുത്. അപ്പോൾ AFMCയിൽ ഞാൻ കുറച്ച് ഓഫീസേഴ്സിനെ അവിടെ പരിചയപ്പെട്ടായിരുന്നു. അതും എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. AVM PK ശ്രീകുമാർ സാറ് എയർ വൈസ് മാർഷലായിരുന്നു സാറ് എയർഫോഴ്സിൽ. സാറും പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ലിവിങ് ഫോർ അതേഴ്സ് ഇസ് വാട്ട് ദിസ് ഓൾ അബൌട്ട്. ഇറ്റ്സ് എ കിക്ക് എന്നാണ് സാറ് പറഞ്ഞത്. അതായത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. ഇപ്പോൾ ആർമി എന്ന് പറയുമ്പോൾ ഒരു ഗവൺമെൻറ് ജോലിയാണ്. അപ്പോൾ സാലറി വൈസ് ആണെങ്കിലും ആ രീതിയിലായിരിക്കും സാലറി കിട്ടുക. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രൈവറ്റിലാണെങ്കിലും പുറത്താണെങ്കിലും കൂടുതൽ സാലറി കിട്ടുന്നത് തീർച്ചയായും അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടാവും. പക്ഷേ ആർമിയിൽ കയറുക എന്ന് പറയുമ്പോൾ സാലറിക്ക് വേണ്ടിയല്ല, നമുക്ക് കിട്ടുന്നത് കൊണ്ട് നമുക്ക് സുഭിക്ഷമായിരിക്കും, അത് നമുക്ക് ജീവിക്കാൻ ധാരാളമായിരിക്കും. അത് വെച്ചിട്ട് ബി കണ്ടന്റഡ് ആൻഡ് ദെൻ സ്റ്റാർട്ട് വർക്കിംഗ് ഫോർ അതേഴ്സ്. സംതൃപ്തി. അതെ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന കണ്ടംനെസ് അത് വേറെ എവിടെയും കിട്ടില്ല. അപ്പോൾ ഇനി ഫ്യൂച്ചറിലും ഇതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വിജയങ്ങൾ ഹരീഷിൻ്റെ ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ആഗ്രഹിച്ച മെഡിക്കൽ കോളേജ് AFMCയിൽ തന്നെ അഡ്മിഷൻ ലഭിക്കട്ടെ. നമ്മുടെ ഈ ഹരീഷിൻ്റെ ആഗ്രഹം പോലെ തന്നെ ആ ഒരു മോർ ദാൻ ഡോക്ടർ എന്നതിലുപരി ഒരു രാഷ്ട്ര സേവനം, ആ ഒരു സാമൂഹ്യ സേവനം നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. അപ്പോൾ അഡ്മിഷനൊക്കെ കിട്ടിക്കഴിഞ്ഞ് വീണ്ടും ബ്രില്യൻറ്റിൽ വരണം, എല്ലാവരും കാണണം. തീർച്ചയായും. ഓക്കെ, അപ്പോൾ താങ്ക് യു സാർ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.